ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك وصلوات الله ربي عليه وعلى آله وأصحابه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവനയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും തഖ്വ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ മാസം റമദാനിലേക്ക് ഈമാനോടെ ആഫിയത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എത്തിക്കുമാറാകട്ടെ. ഈ റമദാൻ നമുക്ക് അനുകൂലമായി നാളെ സാക്ഷ്യം വഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റമദാനിന് ഒരുങ്ങേണ്ട നാം ആദ്യമായി ഒരുക്കം വരുത്തേണ്ടത് നമ്മുടെ ഈമാനിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായി ഏതാനും ആഴ്ചകളിലായി നമ്മൾ മനസ്സിലാക്കി വരുന്നു. ഈമാനാണ് പ്രധാനം. നമ്മുടെ ഈമാനിന് എന്തെങ്കിലും പൊട്ടങ്ങളോ കുറവുകളോ ഉണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. ഈമാനോട് കൂടി ഒരാൾ റമദാനിൽ പങ്കെടുത്താൽ, ഇഹ്തിസാബോട് കൂടി ഒരാൾ റമദാനിൽ പങ്കെടുത്താൽ അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് മറ്റെല്ലാറ്റിനേക്കാളും മുമ്പായി എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈമാനിനെ സംബന്ധിച്ചാണ്. അല്ലാഹുവിലുള്ള ഈമാനിനെ സംബന്ധിച്ച്, പരലോകത്തിലുള്ള ഈമാനിനെ സംബന്ധിച്ച്, സ്വർഗത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച്, ഖബറിൽ നമ്മളോട് ചോദ്യം ചോദിക്കപ്പെടുന്ന ആ വേളയിൽ ആ ചോദ്യത്തിന് ഈമാനികമായി ഉത്തരം പറയാൻ എനിക്ക് സാധിക്കുമോ എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കൂലങ്കഷമായി ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം നമ്മൾ ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, അത് ഒന്ന്, ലാ തുഖദ്ദിമു റമദാന ബിസൗമി യൗമിൻ വലാ യൗമൈനി. നിങ്ങൾ റമദാനിലെ ഒന്നോ രണ്ടോ ദിവസം മുമ്പായി നോമ്പ് തുടങ്ങരുത്. ഇല്ലാ അൻ യുവാഫിഖ ദാലിക സൗമൻ കാന യസൂമുഹു അഹദുക്കും. നിങ്ങളിൽ ഒരാൾ
പതിവായി നോമ്പെടുത്ത് നോമ്പനുഷ്ഠിച്ചു വരുന്ന ഒരു ദിവസം, ആ ഒരു ദിവസം വന്നെങ്കിലല്ലാതെ റമദാൻ വെള്ളിയാഴ്ചയാണ് തുടങ്ങുന്നത് എങ്കിൽ, ഇന്ന് വെള്ളിയാഴ്ചയാണ് റമദാൻ തുടങ്ങുന്നതെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ വെറുതെ ഒരു നോമ്പെടുക്കരുത്. ഏതായാലും വെള്ളിയാഴ്ച നോമ്പ് തുടങ്ങണമല്ല, ചിലപ്പോ വ്യാഴാഴ്ച ആയിരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വ്യാഴാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ഒരു സൂക്ഷ്മതയുടെ പേരിൽ നോമ്പ് എടുക്കാമോ എടുക്കരുത്, അത് സൂക്ഷ്മതയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആർക്കെടുക്കാം? ഇല്ല സൗമൻ, ആ സൗമ് അവൻ സാധാരണ നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനാണ്, തിങ്കളും വ്യാഴമൊക്കെ സ്ഥിരമായി നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനാണ്. അവന് ശഅബാൻ 30 അല്ലെങ്കിൽ 29 ഒക്കെ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ആയി അവൻ സാധാരണ നോമ്പെടുത്തു വരുന്ന ഒരു ദിവസം ആയാൽ അവന് നോമ്പെടുക്കാം. അതല്ലാത്ത ആളുകൾ 1-2 ദിവസം മുമ്പായി നോമ്പെടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് എത്തിച്ചു തരുന്ന ഹദീസിൽ സൂമൂ ലിറുയതിഹി, നിങ്ങൾ നോമ്പെടുക്കേണ്ടത് റുയത്തിന്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ആ ഹിലാൽ കാണുന്നുണ്ടോ എന്ന് എപ്പോ പോയി നോക്കണം? ശഅബാൻ 28 നോക്കേണ്ടതുണ്ടോ? ഇല്ല. ശഅബാൻ 30 നോക്കേണ്ടതുണ്ടോ? ഇല്ല. 30 കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് 1 എന്നാണ് നോക്കേണ്ടത്. 29 അന്ന് പോയി നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അന്ന് നിങ്ങൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പെടുത്തുകൊള്ളുക. റമദാൻ പിറ്റേ ദിവസം 1 കണക്കാക്കി നിങ്ങൾ നോമ്പെടുത്തുകൊള്ളുക. നിങ്ങൾക്ക് ആ ദിവസം ശഅബാൻ 29 അന്ന് നിങ്ങൾ പോയി നോക്കിയപ്പോൾ നിങ്ങൾക്ക് മറക്കപ്പെട്ടതായി മേഘം കൊണ്ടോ പൊടിപടലങ്ങൾ കൊണ്ടോ നിങ്ങൾ മറക്കപ്പെട്ടതായി നിങ്ങൾ അറിഞ്ഞാൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ 30 നിങ്ങൾ പൂർത്തിയാക്കി ആ മാസം പൂർത്തിയാക്കിക്കോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സിമ്പിളാണ് മാസപ്പിറവിയുടെ കാര്യം. എങ്ങനെയുള്ളവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് മാസപ്പിറവി എന്നുള്ളത് ഒരു വിവാദമേ അല്ല. വളരെ ലളിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യമാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തസൂമു, നിങ്ങൾ നോമ്പ് എടുക്കരുത്. മറ്റേ ഹദീസിൽ പറഞ്ഞ എന്താണ്? നിങ്ങൾ നോമ്പ് എടുക്കണം. എപ്പോ? കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ. ഈ ഹദീസിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ നോമ്പ് എടുക്കരുത് ഹത്താ തറൗൽ ഹിലാൽ, നിങ്ങൾ ഹിലാൽ കാണുന്നത് വരെ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബിമാരാണ്. ആ സ്വഹാബിമാർ വേറെ ശാസ്ത്രവും സയൻസും വേറെ സംഭവങ്ങളും സാങ്കേതിക വിജ്ഞാനങ്ങളും ഒന്നുമില്ല. സാധാരണക്കാരായ ആ സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസൂമു, നിങ്ങൾ നോമ്പെടുക്കരുത് ഹത്താ തറൗൽ ഹിലാൽ, ഹിലാൽ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗഹു, നിങ്ങൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യരുത്. ഫിത്റിലേക്ക് നിങ്ങൾ കയറരുത്, ശവ്വാൽ 1 നിങ്ങൾ കയറരുത്. ഹത്താ തറൗഹു, നിങ്ങൾ അതിനെ കാണുന്നത് വരെ. ഫഇൻഹുമ്മ അലൈക്കും, അങ്ങനെ 29 അന്ന്, എല്ലാ മാസത്തിലെയും 29 അന്ന് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഖ്ദുറു ലഹു, നിങ്ങൾ 30 ആ മാസം 30 ആയിട്ട് കണക്കാക്കി. മാസം എത്ര വരുള്ളൂ? 29 അല്ലെങ്കിൽ 30 മാസം വരുള്ളൂ. അറബി മാസത്തിൽ 28 ഇല്ല, 31 ഇല്ല. 29 അല്ലെങ്കിൽ 30 ആണ് അറബി മാസത്തിൽ വരിക. അപ്പോൾ 29 അന്ന് നിങ്ങൾ നോക്കുക. നോക്കി കണ്ടാൽ പിറ്റേന്ന് 1, കണ്ടില്ലെങ്കിൽ പിറ്റേന്ന് 30, അതിന്റെ പിറ്റേന്ന് മാസം 1 ആയി കണക്കാക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെ സിമ്പിളായ കാര്യം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്, ഒറ്റക്ക് നോമ്പ് പെരുന്നാളില്ല. ഒറ്റക്കായിട്ടൊരു സംഭവമില്ല. അസ്സൗമു യൗമ തസൂമു, നിങ്ങൾ എല്ലാവരും നോമ്പെടുക്കുന്ന ദിവസത്തിലാണ് തസൂമൂൻ ബഹുവചനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നോമ്പെടുക്കുന്ന ദിവസമാണ് നോമ്പ്. അഥവാ മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുന്ന ദിവസമാണ് നോമ്പ്.
അൽ ഫിത്റു യൗമ തുഫ്തറൂൻ. ഫിത്ർ പെരുന്നാൾ അത് ഒറ്റക്ക് കുറച്ച് ആളുകൾ ചെയ്യാന്നുള്ളതല്ല, നോമ്പ് ഒറ്റക്ക് കുറച്ച് ആളുകൾ ചെയ്യാന്നുള്ളതല്ല, മറിച്ച് അത് ഒരു നാട്ടിലെ അഗ്ലബ് മുസ്ലിമീങ്ങളുടെ കൂടെ ചെയ്യേണ്ട കാര്യം. വൽ അദ്ഹാ യൗമ തുളഹൂൻ. നിങ്ങൾ ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന ദിവസമാണ് അദ്ഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഫിൽ ഹാദൽ ഹദീസ് യഖൂലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തറൂൻ. ഐ ഇന്ന അസ്സൗമ വൽ ഫിത്ർ, അതായത് നോമ്പും പെരുന്നാളും എന്നുള്ളത് യഖൂനു മഅ ജമാഅത്തിൽ മുസ്ലിമീന വ അഗ്ലബിഹിം, അത് മുസ്ലിം ജമാഅത്തിന്റെ കൂടെ, മുസ്ലിം സംഘത്തിന്റെ കൂടെ, വഅഗ്ലബിഹിം, അവരുടെ ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ് നോമ്പും പെരുന്നാളും സ്വീകരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കദാലിക ഈദുൽ അദ്ഹ യൽസമു ഫീഹി ജമാഅ വഹുവൽ ഈദുൽ ലദീ യുളഹ ഫീഹിൽ മുസ്ലിമൂൻ. മുസ്ലിമീങ്ങൾക്ക് ഇതിലൊരു കാര്യമുണ്ട്. ഞാൻ പെരുന്നാൾ കണ്ടു, ഞാൻ കണ്ടു, ആളെ അംഗീകരിച്ചില്ല, മുസ്ലിം സമൂഹം എന്തുകൊണ്ടോ അത് അംഗീകരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് തീരുമാനിക്കാം ഞാൻ പോയി ഒറ്റക്ക് നോമ്പെടുക്കുക, ഞാൻ പോയി ഒറ്റക്ക് പെരുന്നാൾ ആഘോഷിക്കുക. അല്ല, മറിച്ച് മുസ്ലിം ഒരു സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു ജമാഅയായിട്ടുള്ള ജീവിതമാണ് മുസ്ലിം സമൂഹത്തിനുള്ളത്. ഇസ്ലാമിക സമൂഹം എന്നുള്ളതുണ്ട്. ആ സമൂഹത്തിന് നേതൃത്വമുണ്ട്, അതിന് ഖാദികളുണ്ട്, അതിന് ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്. അവരുമായി തീരുമാനിച്ച് കൂടിയാലോചിച്ചതിന് ശേഷം വേണം അതെല്ലാം പ്രഖ്യാപിച്ച് ഒരുമിച്ച് വേണം എന്ന് ഐക്യത്തിന്റെ നിദർശനമാണ് നോമ്പ്, ഐക്യത്തിന്റെ നിദർശനമാണ് പെരുന്നാള് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഒരു സംശയമുള്ള ദിവസം നോമ്പെടുക്കുക എന്നതിനെ സംബന്ധിച്ച് യൗമുൽ ശക്ക് എന്നാൽ പറയാ സംശയത്തിന്റെ ദിവസം. ഇന്ന് നോമ്പാണോ, ഇന്ന് റമദാൻ 1 അതല്ല ശഅബാൻ 30 ഈ ദിവസമാണ്. ശഅബാൻ 30-നെയാണ് ശക്കുള്ള ദിവസം എന്ന് പറയുന്നത്. ശഅബാൻ 30-നെ 29 ശക്കുള്ള ദിവസമല്ല, കാരണം പിറ്റേന്നാണ് 30. അപ്പൊ 30 ഒരു ശക്കുള്ള ദിവസം, ചിലപ്പോ 1 സാധ്യതയില്ലേ എന്ന ശക്കുള്ള ദിവസം, ഉറപ്പില്ല. هو ليلة 30 من شعبان إذا لم يرى فيها الهلال لغيم أو غبار أو نحو ذلك. അന്ന് നോക്കിയിട്ട് കണ്ടില്ല, അപ്പൊ കുറച്ച് ആളുകൾ കണ്ടു, ഉണ്ട്, സംഭവം അവിടെ ഉണ്ട്, പക്ഷെ അവിടെ തർക്കായി, ഒരു ശക്കായി. ആ ശക്കിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജൂസു സിയാമു യൗമ ശക്ക്. ആ ശക്ക് വെച്ചിട്ടല്ല നിങ്ങളുടെ ഇബാദത്തുകൾ ചെയ്യേണ്ടത്. ലഅന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഇക്മാലി ശഅബാൻ 30 ഇദാ ഉമ്മൽ ഹിലാൽ. ഹിലാൽ നിങ്ങൾക്ക് മറക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതിന് ഒരു മറ ഉമ്മ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇക്മാൽ ശഅബാൻ 30, ശഅബാനിനെ 30 പൂർത്തിയാക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലഅന്ന തിൽക്കൽ ലൈല മിൻ ശഅബാൻ ബിഹസബിൽ അസ്ലു ഫലാ തകൂനു മിൻ റമദാൻ ഇല്ലാ ബിയഖീൻ. യഖീൻ കൊണ്ടല്ലാതെ റമദാൻ 1 ആവുകയില്ല. ഇതൊരു ശക്കുള്ള ദിവസമാണ്, അതെടുക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മൻ സാമ അൽ യൗമുല്ലദീ യുശഖു ഫീഹി, സംശയമുള്ള ദിവസം ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ, ഫഖദ് അസാ അബുൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ അബുൽ ഖാസിമിനെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസാ, ധിക്കരിച്ചവനാണ് എന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസായിയും അതേ ഇമാം തുർമുദിയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് സ്വഹീഹാണെന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ റമദാനിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. അത് സ്വീകരിക്കണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ച് മാതൃക കാണിച്ച് തന്ന കാര്യങ്ങൾ അനുസരിച്ചെങ്കിൽ മാത്രമേ അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളും അധ്യാപനങ്ങളും അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തട്ടെ. ഇനി നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹഫ്സ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, മൻ ലം, ഒരാള് ലം യുജ്മി സിയാമ ഖബ്ല അൽ ഫജ്ർ ഫലാ സിയാമ ലഹു,
ഫജ്ർ ആകുന്നതിന് മുമ്പ് ഒരാൾ നാളെ നോമ്പെടുക്കേണ്ടതുണ്ട്, ഫർളായ നോമ്പ് റമദാൻ നോമ്പ് നാളെ എടുക്കേണ്ടതുണ്ട് എന്ന് ഫജ്റിന് മുമ്പ് ഒരാൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ഒരാൾ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്തില്ല? ഫലാ സിയാമ ലഹു, അയാൾക്ക് നോമ്പില്ല. അയാൾ ഫജ്ർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, കുറച്ചേരം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അന്ന് നോമ്പെടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് എന്തില്ല? അദ്ദേഹത്തിന് നോമ്പ് ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിധി എന്തിനില്ല? സുന്നത്ത് നോമ്പുകൾക്ക് ഈ വിധിയില്ല. ഫർളായ നോമ്പിന് ഇതാണ് വിധി, റമളാനിലെ നോമ്പിന് ഇതാണ് വിധി, സുന്നത്ത് നോമ്പിനില്ല. സുന്നത്ത് നോമ്പ് ഒരാൾ വേണമെങ്കിൽ ഫജ്ർ കഴിഞ്ഞ് അയാൾ ഭക്ഷണം ചായ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, കുറെ നേരമായി 8 മണി 9 മണിയൊക്കെ ആയി, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, വീട്ടിലേക്ക് പോയി സുബഹിക്ക് ശേഷം പള്ളിയിൽ കുറെ നേരം ഇരുന്നു, ദിക്ർ ചെയ്തു, സ്വലാത്ത് ചെയ്തു, ഖുർആൻ പാരായണം നടത്തി, ദുആ ചെയ്തു, അങ്ങനെ ഇരുന്നു. 7 മണിയായി വീട്ടിൽ പോയപ്പോ അല്ലെങ്കിൽ 8 മണിയായി വീട്ടിൽ പോയപ്പോ 9 മണി 10 മണിക്ക് കട തുറന്നാൽ മതി, ഓഫീസിലേക്ക് പോയാൽ മതി, അയാൾ പള്ളിയിൽ അങ്ങനെ അല്ലാഹുവിനെ ദിക്ർ ചെയ്ത് അങ്ങനെ ഇരുന്നതൊക്കെ വലിയ തൗഫീഖാണ് മനുഷ്യന്മാരെ. പള്ളിയിൽ അങ്ങനെ ഇബാദത്ത് ചെയ്തിരിക്കാന്നുള്ളത്. എന്നിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല എങ്കിൽ അവൻ അപ്പ വേണമെങ്കിൽ നോമ്പെടുക്കാൻ തീരുമാനിക്കാം. എങ്കിൽ ഞാൻ ഇന്ന് നോമ്പെടുക്കുന്നു എന്ന് തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ട്. പള്ളിയിൽ ഇരുന്ന് കുറെ നേരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിക്കും, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, പട്ടിണിയാണ്, സാധനമൊന്നുമില്ല. ആരുടെ വീടിന്റെ കാര്യമാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി പറയുമെങ്കിൽ ഇനി അല്യൗമ സ്വായിമ, ഞാൻ ഇന്ന് നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു. ഇത് ഫർദിന് പറ്റും, ഫർദിന് പറ്റൂല. സുന്നത്തിന് പറ്റും, സുന്നത്തിന് പറ്റും. സുന്നത്തായ നോമ്പുകൾ അങ്ങനെയുള്ള ഫർദായ നോമ്പുകൾക്ക് അന്നന്ന് നമ്മൾ തീരുമാനിക്കണം, നാളത്തെ നോമ്പ് അതെനിക്ക് എടുക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വജഹിന് തൃപ്തിക്ക് വേണ്ടി. അതൊരു ചടങ്ങായിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകണല്ല, റമളാൻ വന്ന് അങ്ങനെ അങ്ങോട്ട് പോകും, അതല്ല. മറിച്ച് എനിക്ക് പ്രതിഫലം കിട്ടണം, ഈമാനോടെ ഇഹ്തിസാബോട് കൂടിയാണ് ഞാൻ നോമ്പെടുക്കുന്നത് എന്ന ഉറച്ച യഖീനോടെ, തീരുമാനത്തോടെ, സബാത്തോടെ, നല്ല ഈമാനോടെ സ്വർഗം കിട്ടണം. ഒരു സാധാരണ നോമ്പ് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് 70 വർഷം അകന്നു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വർഷം? 70 വർഷം നരകത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നു പോകും. ഒരു സാധാരണ സുന്നത്ത് നോമ്പ് കൊണ്ട് തന്നെ 70 വർഷം അകന്നു പോകും. അപ്പോ ഫർളായ നോമ്പ് എത്രമാത്രം പ്രതിഫലം റമളാനിലെ നോമ്പിന് ഉണ്ടാകും. ആ നെയ്യത്തോടു കൂടി അല്ലാഹുവേ എന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് അകറ്റണമേ റബ്ബേ, എന്നെയും എന്റെ മക്കളെയും എന്റെ മാതാപിതാക്കളെയും എന്റെ കുടുംബത്തെയും സഹിതം അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം നൽകണേ അല്ലാ എന്ന പ്രാർത്ഥനയോട് കൂടി തന്നെ ദിനേന ആ ചിന്തയോടുകൂടി നോമ്പെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒരാൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു മസ്അല. ഒരാൾ നോമ്പെടുത്തു എന്നിട്ട് അയാൾ മറന്നുപോയി. അവൻ തിന്നെ കുടിക്കുകയും ചെയ്തു. സാധാരണ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ഒക്കെ ചില നോമ്പിനൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. സാധാരണ ചെയ്യുന്നത് പോലെ നമ്മൾ വീട്ടിലോ വേറെ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാതെ എടുത്ത് വെള്ളം എടുത്ത് നമ്മൾ കുടിച്ചതിന്റെ കഴിയുമ്പോഴായിരിക്കും എന്താണ് നോമ്പായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. അവൻ വിഷമിക്കേണ്ടതില്ല. ചില വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. അവൻ അവന്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അറിയാതെ അവൻ വെള്ളം കുടിച്ചുപോയി, അറിയാതെ അവൻ ഭക്ഷണം കുടിച്ചുപോയി, അവൻ മറന്നിട്ടാണ് അത് ചെയ്തത്, അബദ്ധത്തിലാണ് അത് സംഭവിച്ചത്. അള്ളാഹുവാണ് അവനെ ഭക്ഷിപ്പിക്കുകയും അവനെ കുടിപ്പിക്കുകയും ചെയ്തത്. അവന് നോമ്പ് പൂർത്തിയാക്കാവുന്നതാണ്. അവൻ ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടേണ്ടതില്ല, അവന്റെ നോമ്പ് മുറിഞ്ഞു പോയിട്ടില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ട റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ, ഞാൻ ഞങ്ങൾ മറന്നുപോയത്, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്, അറിവില്ലായ്മ വന്നുപോയത്, അല്ലാഹുവേ നീ ഞങ്ങളെ അതിന്റെ പേരിൽ പിടികൂടല്ലേ അല്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. ഇനി ഒരാള് ഒരാള് നോമ്പ് പിടിച്ചിട്ട് ചില ആളുകൾക്ക് ഛർദി വരും,
ആ ഛർദി വന്നു കഴിഞ്ഞാൽ ഫലൈസ അലൈഹി ഖളാ, അവൻ ആ ഛർദി അങ്ങനെ സ്വാഭാവികമായി വന്നു പോയ ഒരു ഛർദിയുടെ പേരിൽ അവൻ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല, അവന്റെ നോമ്പ് മുറിഞ്ഞു പോവുകയില്ല. വഇൻ ഇസ്തഖാഹ ഫൽയഖുൽ, അതേസമയം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഛർദി വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ട്, അവന്റെ നോമ്പ് അവിടെ മുറിയുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, നമ്മൾ സഹാബിമാരെ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. റളിയല്ലാഹു അൻഹു എന്ന് പറയണം. സ്വഹാബിമാരെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തൗഫീഖ് കിട്ടുന്നത് തന്നെ മഹാഭാഗ്യം. ഇവരൊക്കെ സ്വർഗത്തിന്റെ ആളുകളാണ്. ആ സ്വർഗത്തിന്റെ ആളുകളുടെ പേരുകളും ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് വേണ്ടി ഒരു തർദിയത്ത്, അള്ളാഹ് അവരെ പൊരുത്തപ്പെടട്ടെ, അള്ളവരെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, അള്ളവരെ പൊരുത്തപ്പെടട്ടെ എന്ന് പറയുന്നതിലൂടെ നമ്മളെയാണ് അള്ളാഹു തആല പൊരുത്തപ്പെടുന്നത്. അവർക്ക് അള്ളാഹ് പൊരുത്തം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കണം, നന്മകളോട് പ്രതികരിക്കുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ കേൾക്കുമ്പോൾ സ്വലാത്തുകൾ നമ്മുടെ ചുണ്ടുകളിൽ വരികയും എല്ലാം വേണം. നന്മകൾ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കട്ടെ, നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യസാലു നാസു ബിഖൈരിൻ, ജനങ്ങൾ ഖൈറിലായിക്കൊണ്ടേയിരിക്കും ജനങ്ങൾ, നന്മയിലായിക്കൊണ്ടേയിരിക്കും ജനങ്ങൾ. നോമ്പ് തുറക്കാൻ ധൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തോളം. സാധാരണക്കാര് നേരെ തിരിച്ചായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക, കുറച്ച് സമാധാനത്തിലൊക്കെ തുറന്നാൽ മതി, നമ്മൾ നോമ്പെടുത്ത് ഇങ്ങനെ ഇരിക്കണല്ലേ എന്ന്. പക്ഷേ നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ അതല്ല, നേരെ തിരിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അജ്ജലുൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ ബാങ്ക് അവിടെ ഇങ്ങനെ കേട്ടിട്ടും അത് അറ്റ പള്ളിയിലാണ്, ഈ പള്ളിയിൽ കൊടുക്കട്ടെ, നമ്മുടെ ഇവിടത്തെ പള്ളി കൊടുക്കട്ടെ, നമ്മുടെ ആ പള്ളി കൊടുക്കട്ടെ, ഞാൻ മറ്റേ പള്ളിയിലും എന്ന് തുറക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വാശിയും വക്കാണവും വഴക്കുമായി ജീവിച്ച് ജീവിതം പാഴാക്കേണ്ടതില്ല മനുഷ്യന്മാരെ. മറിച്ച് അജ്ജലുൽ ഫിത്ർ, ബാങ്ക് ഏത് പള്ളിയിൽ നിന്നാണോ കേൾക്കുന്നത്, ആദ്യം കേൾക്കുന്നത് അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നോമ്പ് തുറക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും, അങ്ങനെ ചെയ്ത സമൂഹം ചെയ്യുന്ന ആളുകൾ ഖൈറിലായിക്കൊണ്ടേയിരിക്കും, അവരുടെ ജീവിതത്തിൽ ഖൈറുകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അത് ചെയ്യുന്ന ഓരോ കാര്യം ഇബാദത്താണെന്ന് ചിന്തിക്കണം. നമ്മളൊരു വാശി തീർക്കാനോ ഒരു വേറെന്തെങ്കിലും കാര്യത്തിനോ ഒന്നല്ല. നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വരണം. അതെല്ലാം ഒരു ചടങ്ങുകളായി, സ്വിച്ചിട്ട ഫാൻ ഇങ്ങനെ കറങ്ങും, അതൊരു ചടങ്ങുകളായി ഇങ്ങനെ മാറരുത്. സാധാരണ നേരത്തെ ആണ് നോമ്പ് തുറക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയും ഇതിലൂടെ എനിക്ക് ഖൈർ കിട്ടണം, ഞാൻ ഈ നേരത്തെ നോമ്പ് തുറക്കുന്നതിലൂടെ, സമയത്ത് നോമ്പ് തുറക്കുന്നതിലൂടെ എനിക്ക് ഖൈർ കിട്ടണം എന്ന ആ ഒരു ചിന്ത, അജ്ജലുൽ ഫിത്ർ അവിടെയൊക്കെ വന്നം. അതേപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാത്തിൻ ഖബ്ല അൻ യുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കരിക്കുന്നതിന് മുമ്പ് നോമ്പ് തുറക്കും. എന്തുകൊണ്ട്? അലാ റുതബാത്തിൻ, റുതബാത്തുകൾ കൊണ്ട്. റുതബാത്ത് എന്ന് പറഞ്ഞാൽ പഴുത്ത ഈന്തപ്പഴമാണ് ഉദ്ദേശിക്കുന്നത്. പഴുത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കും. ഫഇല്ലം തകും റുതബാത്ത്, അങ്ങനെ പഴുത്തത് കിട്ടും. പഴുത്തത് ഫ്രഷാണ്, ചിലപ്പോൾ ഫ്രഷ് മേടിക്കാനുള്ള അല്ലെങ്കിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. പിന്നെ വീട്ടിൽ വേറൊരു സാധനം ഉണ്ടാകും, ഉണക്കി വെച്ച ഈന്തപ്പഴം ഉണ്ടാകും, അതാണ് തമ്ര്. ഫഅല തംറാത്തിൻ, ചിലരുടെ പഴുത്തത് ഉണ്ടാവൂല, അപ്പൊ എന്ത് ചെയ്യാം? തമറാത്തിൻ, തമ്രുകൾ കൊണ്ട്, കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാം. ഫഇല്ലം തകുൻ ഹസാ, അതുമില്ലെങ്കിൽ ഒരല്പം വെള്ളം കൊണ്ട് അവൻ നോമ്പ് തുറക്കട്ടെ എന്ന്. അപ്പൊ നമ്മൾ ആദ്യം പോയി വെള്ളം എടുത്ത് കുടിക്കരുത്, നമ്മൾ ആദ്യം ഈന്തപ്പഴം കഴിക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റു പൊരിവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ വല്ലാതെ ആക്കി നമ്മളെ വയറ്
ചീത്തയാക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കും. പരിശുദ്ധമായ വസ്തുക്കൾ വയറ്റിലേക്ക് ചെല്ലുക, അത് സുന്നത്തനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചര്യകൾക്കനുസരിച്ച് സമീകൃതമായ ആഹാരങ്ങൾ, നല്ല പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ചിട്ടുണ്ട് ഭൂമിയെ. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഗണന കൊടുത്ത കാര്യങ്ങൾക്ക് നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ സുന്നത്തിലേക്ക്, ഓരോ ചര്യയിലേക്ക്, പ്രവാചകന്റെ സുന്നത്തുകളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകണം. തമ്രെന്ന് പറഞ്ഞ അത് യാബിസാണ്. യാബിസിനെയാണ് തമ്ര എന്ന് പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അതിലുണ്ട്. എന്നാൽ മൊത്തത്തിൽ ഇത് റുതബ് എന്ന് പറഞ്ഞാൽ എന്താണ്, തമ്ര എന്ന് പറഞ്ഞാൽ എന്താണ്, കൂലങ്കഷമായ ചർച്ചകളൊക്കെ ഉണ്ട്. എന്നാൽ മൊത്തത്തിൽ ഇതാണ്. മൊത്തത്തിൽ തമ്ര എന്ന് പറയുമ്പോൾ യാബിസും, അത് ഉണങ്ങിയതാണ്. കാരക്കാണ് അത് പറയും. സൽമാൻ ബിൻ ആമിർ رضي الله يبلغ به النبي صلى الله عليه وسلم قال إذا أفطر أحدكم فليفطر على تمر إنه بركة. അത് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാൻ അവിടെ പറഞ്ഞു. അവിടെ തമ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈന്തപ്പഴം തന്നെയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞു ഇന്നഹു ബറക്ക, ഇന്നഹു ബറക്ക, ബറക്കത്തുണ്ടതിൽ. അപ്പൊ ഈന്തപ്പഴം കൊണ്ടോ കാരക്ക കൊണ്ടോ നോമ്പ് തുറക്കുന്നതിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. അതൊരു പേരിന്, നമ്മൾ അതും ഒരു പേരിന് ഒരു ഈന്തപ്പഴം മാത്രമേ കഴിക്കും. പിന്നെ 3-4 സമൂസയും 3-4 മറ്റുള്ള കടികളും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതല്ല. ഈന്തപ്പഴത്തിന് തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പള്ളിയിലും ഒക്കെ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഒരു ഈന്തപ്പഴം എന്താ ഭയങ്കര വില ഉള്ള സാധനം പോലെയാണ് ഒരു ഈന്തപ്പഴം. ഒരാൾക്ക് ഒരു ഈന്തപ്പഴം വല്ലമുള്ള സാധനം അങ്ങനെയല്ല ഈന്തപ്പഴം. അത് എന്താണ്? ഇന്നഹു ബറക്ക, അതിൽ ബറക്കത്തുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു തആല മടക്കുകയേ ഇല്ല. അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഒരു ഇമാം, വസ്വാഇം, നോമ്പുകാരൻ, ഹീന യുഫ്തിറു, നോമ്പ് തുറക്കുന്ന ആ സമയത്ത്, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന ആ സമയത്തുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കും. നമ്മൾ ആ സമയത്ത് സമൂസയിൽ കിടന്ന് കെട്ടിമറിയായിരിക്കും. അവൻ അങ്ങോട്ട് കൊടുക്ക്, ഇവിടെ ഇങ്ങോട്ട് കൊടുക്ക്, അവരങ്ങോട്ട് കൊടുക്ക്, ഇവനിങ്ങോട്ടാക്ക്, ഈ രീതിയിലുള്ള അതെല്ലാം നേരത്തെ തന്നെ ബാങ്ക് കൊടുക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് തന്നെ. പള്ളിയിലെ നോമ്പ് തുറയാണെങ്കിലും വീട്ടിലുള്ള നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും ബാങ്കിന് ഒരു 10-15-20 മിനിറ്റിന് മുമ്പ് എല്ലാ സാധനങ്ങളും ഒരുക്കി അത് ഭക്ഷണ തളികയിലും ആയിരയിലും അവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ അവിടെ ഇരുന്ന് എന്ത് ചെയ്യാം? അവിടെ ഇരുന്ന് എന്ത് ചെയ്യാം? ചില ഒരു മുസ്ലിം പണ്ട് പറഞ്ഞ പോലെ സമൂസ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച്, ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് വെച്ച്, ആപ്പിൾ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച് ഈ കളി കളിക്കണ്ട. അവിടെ ഇരുന്ന് എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആ നോമ്പ് തുറക്കുന്ന ആ സമയത്ത് ഒരു 10-15 മിനിറ്റ് മനസ്സ് റാഹത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആ സമയത്ത് ഓട്ടിങ്ങനെ കതച്ച് വരാതിരിക്കുക, ആ അവസാന നിമിഷത്തിലേക്ക് വെക്കാതിരിക്കുക. നേരത്തെ പള്ളിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നേരത്തെ വരിക, അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വീട്ടിലുള്ള വീട്ടുകാരെ, സ്ത്രീകൾ, ഉമ്മമാരെ, ഭാര്യമാരെയൊക്കെ സഹായിക്കാൻ സാധിക്കുന്നത് സഹായിക്കാൻ. അത് കഴിഞ്ഞ് നേരത്തെ എല്ലാം കൊണ്ടുവന്ന് വെച്ച് അവിടെ ഇരുന്ന് കുടുംബസമേതം അല്ലാഹുവിനോട് ദുആ ചെയ്ത് നോക്കൂ. എന്തൊരു ബർക്കത്തുള്ള കുടുംബമായി, മക്കളായി, ലഹരികളിൽ നിന്നും മറ്റെല്ലാ തോന്നിയാസങ്ങളിൽ നിന്നും മുക്തമായ നല്ല മക്കളായി നമ്മുടെ മക്കൾ മാറാൻ ഇതൊക്കെ മതി. അത് ആ രീതിയിൽ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് എന്ന് മാത്രം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുആ സ്വീകരിക്കും. അതേപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം, നിങ്ങൾ സുഹൂർ നിങ്ങൾ കഴിക്കണം. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിശ്ചയമായും അതിലും എന്തുണ്ട്? ബർക്കത്തുണ്ട്. ആ സുഹൂറിന്റെ സമയത്ത് ബർക്കത്തുണ്ട്. വയസ്തഗ്ഫിറൂന ബിൽ അസ്ഹാർ എന്ന് ഖുർആൻ പറഞ്ഞു സൂറത്ത് ആൽ ഇംറാനിൽ. വിശ്വാസികളുടെ സ്വഭാവം, മുഅ്മിനീങ്ങളുടെ സ്വഭാവം, അവർ സുഹൂറിന്റെ സമയത്ത്, സുഹൂറിന്റെ സമയം എന്ന് പറഞ്ഞാൽ പ്രഭാതം ബാങ്ക് കൊടുക്കുന്നതിന്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 1/4 മണിക്കൂർ മുമ്പുള്ള ആ ഒരു ബറക്കത്താക്കപ്പെട്ട സമയം, അനുഗ്രഹീതമായ സമയം, വിശ്വാസികൾ എഴുന്നേറ്റിരിക്കുന്ന സമയം. ആ സമയത്ത് ഇസ്തിഗ്ഫാറിലായിരിക്കും വിശ്വാസികൾ. അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കും.
സുഹൂറിന്റെ ആ സമയത്തിന് ബറക്കത്തുണ്ട്, ആ സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനും ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതൊക്കെയും അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയരുത്. ക്ഷീണമാണ്, ജോലിക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എനിക്ക് കഴിയും, എനിക്ക് അതിനുള്ള ശക്തി ഉണ്ട്, ഇപ്പൊ അത്താഴം കഴിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയൊന്നും ഉണ്ടാകാതെ ആ സമയത്ത് എനിക്ക് സുന്നത്ത് കിട്ടണം, എനിക്ക് എന്റെ പ്രവാചകന്റെ ചര്യ കിട്ടണം, അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് കിട്ടണം, എനിക്ക് എന്റെ കുടുംബത്തിന്റെ തൊഴിൽ, എന്റെ ശരീരത്തിൽ അത് ഉണ്ടാകണം എന്ന ആ ഒരു ചിന്തയോട് കൂടി അതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇനി അത്താഴം കഴിക്കേണ്ടതും എന്താണ്? അവിടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമസ്സുഹൂർ അൽ മുഅ്മിൻ തംറ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൂർ അത് തംറാണ്. അത് ഈന്തപ്പഴം അല്ലെങ്കിൽ കാരക്ക. ഈന്തപ്പഴം തന്നെയാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതും ഒരെണ്ണം ഒരു ബർക്കത്തിന് വേണ്ടി ഒരെണ്ണം എന്ന് അതല്ല, മറിച്ച് അതും പരമാവധി ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് അത് ഈന്തപ്പഴം ആകേണ്ടതുണ്ട് എന്ന് തന്നെ. നിഅമസ്സുഹൂർ, എത്ര നല്ല സുഹൂറാണ്, എത്ര നല്ല ഭക്ഷണമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ചില കാര്യങ്ങളും ഉണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. ആ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അഫ്തറ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കുന്ന സമയത്ത് നബി പറയും, ഖാല ദഹബൽ ളമാഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ദഹബൽ ളമാഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ദഹബൽ ളമാഉ, ദാഹം ശമിച്ചു, വബതല്ലത്തിൽ ഉറൂഖു, നരമ്പുകൾ നനഞ്ഞു, വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ഈ നോമ്പിന്റെ പ്രതിഫലം അത് സ്ഥിരപ്പെടുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. ഏത് സമയത്ത്? നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. عن زيد بن خالد الجهني رضي الله عنه قال قال رسول الله صلى الله عليه وسلم من فطر صائما كان له مثل أجره غير أنه لا ينقص من أجر الصائم شيئا. ഒരാൾ ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ അവന് അതിന്റെ തത്തുല്യമായ പ്രതിഫലമുണ്ട്. ആ നോമ്പ് തുറന്ന ആൾക്ക് ഉള്ള പ്രതിഫലത്തിൽ ഒരു കുറവും വരാതെ തത്തുല്യമായ ഒരു നോമ്പുകാരൻ, ഒരു വിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ആ നോമ്പിന് എത്ര പ്രതിഫലമുണ്ടോ അത്രയും പ്രതിഫലം ആർക്കുണ്ട്? നോമ്പ് തുറപ്പിച്ച ആളുകൾക്കുണ്ട്. സ്വാലിഹീങ്ങളായ ആളുകളെ, നല്ല മനുഷ്യന്മാരെ, നിസ്കാരം ദീനുള്ള മനുഷ്യന്മാരെ നോമ്പ് തുറപ്പിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം. പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ കൂട്ടത്തിൽ എല്ലാവരും നോമ്പ് തുറപ്പിക്കുന്നത് തത്തുല്യ പ്രതിഫലമൊന്നല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പേരിന് വേണ്ടി മാത്രം നോമ്പെടുക്കുന്ന ആളുകളുണ്ടാകും. ആ നോമ്പ് എടുത്തിട്ട് പരമാവധി ആ സമയങ്ങളിൽ ഇബാദത്തുകളിൽ കഴിയുകയും സുന്നത്തായ റവാത്തിബ് നമസ്കാരങ്ങൾ നമസ്കരിക്കുകയും അദ്കാറുകളൊക്കെ ചൊല്ലുകയും ഖുർആൻ ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും പാരായണം ചെയ്യാൻ ദിവസേന ശ്രമിക്കുകയും അങ്ങനെ പരമാവധി ദുആയിലും ദിക്റിലും ഒക്കെ കഴിഞ്ഞു കൂടുകയും ചെയ്യുന്ന സ്വാലിയായ ഒരു മനുഷ്യന്റെ നോമ്പും ഇതൊന്നുമില്ലാത്ത ഒരാളുടെ ചടങ്ങിന് വേണ്ടിയുള്ള നോമ്പും രണ്ടൊന്നല്ല. അപ്പോ അതിലൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ കൂടുതൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വാദിഖീങ്ങളുടെ കൂടെ നിങ്ങളാവണം, സ്വാലിഹീങ്ങളുടെ കൂടെ ചേരണം, അവരുടെ കൂടെ ഇരിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ കൂടെയാണ്. കാരണം മഅല്ലദീന തഖൗ, നാളെ അവർ പോകാനുള്ള സ്വർഗത്തിലേക്ക് അവർ പോകണമെന്നുണ്ടെങ്കിൽ അല്ലാഹു തആല നിഅമത്ത് ചെയ്ത ആളുകൾ നബിയീന വസുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, നബിമാരെ പോലെ, സുദ്ദീഖീങ്ങളെ പോലെ, ശുഹദാക്കളെ പോലെ, സ്വാലിഹീങ്ങളെ പോലുള്ള ആളുകളെ ഒക്കെ എല്ലാവരെയും
നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതൊക്കെ പള്ളികളിലും അത് നടക്കണം, അത് നമ്മുടെ വീടുകളിലും അത് നടക്കണം. നോമ്പ് തുറ എന്നുള്ളത് വലിയൊരു സംഭവമാക്കി മാറ്റാതെ, ദൂർത്തിന്റെ കേളിയാക്കി നോമ്പ് തുറകൾ മാറ്റാതെ വളരെ ലളിതമായ രീതിയിൽ മാന്യമായ ഭക്ഷണം അത് പള്ളിയിലും അത് നമ്മുടെ കുടുംബത്തിലും ഒക്കെ നമ്മളത് സംഘടിപ്പിക്കുകയും അത് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയിലും ഉണ്ട്. 2000 രൂപയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സാധാരണ ദിവസം ഞായറാഴ്ചയിൽ പ്രത്യേകമായിട്ട് നോമ്പ് തുറപ്പിക്കാവുന്നതാണ്. അതിനൊക്കെ നമ്മളൊരു നല്ല നെയ്യത്ത് അതിന് വെക്കണം, അതൊക്കെ പങ്കെടുക്കണം, അതൊക്കെ ചെയ്യണം. പരമാവധി അതിനുവേണ്ടി സമ്പത്ത് സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന ആളുകളുണ്ട്. എല്ലാ വർഷവും അവർ കൊടുക്കും, പറയാതെ തന്നെ അവർ പള്ളിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൊടുക്കും. ചെയ്യാത്തവർ എല്ലാ വർഷവും ചെയ്യാം. നമുക്കതിന് ഈ പ്രാവശ്യം അതിന് നമുക്കൊരു മാറ്റം വന്നാൽ, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ പള്ളിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കുടുംബക്കാരെ വിളിച്ച്, സുഹൃത്തുക്കളാകട്ടെ ബന്ധുക്കളാകട്ടെ അയൽവാസികളാകട്ടെ അവരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളൊരു ശീലം എനിക്കില്ലെങ്കിൽ അത്തരം ശീലത്തിലേക്ക്, അത്തരം പെരുമാറ്റത്തിലേക്ക്, അത്തരം ഉത്തമ സ്വഭാവങ്ങളിലേക്ക് മാറാൻ കൂടി മനഃപൂർവമായ ഒരു ശ്രമം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ സകാത്ത് സെല്ലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ കൂട്ടിക്കൊണ്ട് എത്രയാണോ അത് കൊടുക്കേണ്ടത് അത് കൊടുത്ത് കൂട്ടായി ജമാഅത്തായിക്കൊണ്ട് സംഘടിതമായിട്ട് അത് ചെയ്താൽ അത് അൽഹംദുലില്ലാഹ് അതൊരു നല്ല ഒരു സുന്നത്ത് ഹയാത്താക്കലായി തീരും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകരിക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെ സംഘടിതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടുതൽ ഉപകാരപ്രദമാകും എന്ന് നമ്മൾ മനസ്സിലാക്കും.